കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നെത്തോലി മുളകിട്ട നല്ല രുചിയുള്ള ഒരു മുളകിട്ട കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണിത്. നെത്തോലി ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചൂടായതിന് ശേഷം കുറച്ച് സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. സവാളയും കറിവേപ്പിലയും നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത ഒരു ചതച്ചത് ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണാണ് ഞാനിട്ടത്. കുറച്ച് ഒരു ഇച്ചിരി സ്വല്പം കുരുമുളക് പൊടി ഒരു ടേസ്റ്റിന് വേണ്ടി ഇത്രയും ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുന്ന സമയം തീ വളരെ കുറച്ച് വേണം എടുക്കാൻ. ഇത് എടുക്കുന്ന സമയം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കരിഞ്ഞു പോകാതിരിക്കാനാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അത്രയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇച്ചിരി നേരം തിളക്കാൻ വിടാം. ഇതൊന്നും എല്ലാം മസാലകൾ മൊത്തം മിക്സ് ആയതിന് ശേഷം ഒരു പച്ചമുളക്, ഒരു ചെറിയ തക്കാളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സായി തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ ഇട്ട് ഇതാക്കുക. കുറച്ച് നേരം അടച്ചു വെച്ച് മൂപ്പിക്കാം. തക്കാളി നല്ലപോലെ വെന്ത് ഇതിൽ ചേർന്നിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിൽ പുളിവെള്ളം ഇട്ട് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നത്. ആ പുളിവെള്ളത്തിൻ്റെ ഗ്ലാസ്സിൽ തന്നെ കുറച്ചും കൂടി വെള്ളം എടുത്ത് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നോക്കാം. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ഉണ്ട്. കുറച്ച് നേരം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അരി കണ്ടിച്ച് വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരുന്ന നെത്തോലി ഇട്ട് കൊടുക്കാം. തൊലി ഇട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം. കുറച്ച് നേരം അടച്ചു വെക്കാം. ഇത് അടുപ്പത്തുനിന്ന് കുറച്ച് നേരം ഒന്ന് തുറന്നതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം പിന്നെ മീൻ വേകുന്ന നെത്തോലി വേവ് അധികം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഇട്ട് വേവിച്ചാൽ മതി. കുറച്ച് നേരം അടച്ചു വെക്കാം. ഇനി നമ്മുടെ കറി പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നെത്തോലിയും വെന്തിട്ടുണ്ട്. ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ചിട്ടാൽ മതി. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഈ സമയം ഇട്ട് കൊടുത്താൽ നല്ല മണം കേൾക്കുന്നതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഇടുന്നില്ല. തുടക്കത്തിൽ ആദ്യമേ ഞാൻ ഇട്ടായിരുന്നു. ഉപ്പും പുളിയും എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇത് കറി വെച്ച ശേഷം ഒരുപാടിട്ട് ഇളക്കരുത്. മീൻ നെത്തോലിയല്ലേ, പൊടിഞ്ഞു പോകും. ഇപ്പോൾ നല്ല രുചികരമായ നെത്തോലി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെക്കാം. എൻ്റെ ഈ ചാനലിലെ റെസിപ്പികളെല്ലാം ഇഷ്ടമാണെങ്കിൽ
നിങ്ങളൊന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ കറി എല്ലാവരും, ഈ നല്ല നാടൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ കറി ഉണ്ടാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ